हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. ഇന്ന് 36-ാമത്തെ ശ്ലോകം കഴിഞ്ഞു. സ്കന്ധധർവ്. ഇന്ന് നമുക്ക് 37-ഉം 38-ഉം ശ്ലോകം ചെല്ലാം. 37-ാമത്തെ ശ്ലോകം തൊട്ടൊന്ന് നാമം തുടങ്ങണം. 37-ഉം 38-ഉം ചെല്ലാം. അശോകസ്താരണസ്താര ശൂരശൗരിർജനേശ്വര അനുകൂലശതാവർത്ത പത്നീ പത്മനിഭക്ഷണ പത്മനാഭോ അരവിന്ദാക്ഷ പത്മഗർഭശരീരഭൃത് മഹാർദ്യഹൃദ്ധോ വൃദ്ധാത്മാ മഹാക്ഷോഗരുഡധ്വജ. ഇന്നത്തെ നമ്മളുടെ നാമം 336-ാമത്തെ ശ്ലോകം. നാമം അശോക. അശോക, ശോകമില്ലാത്തവൻ എന്നർത്ഥം. ഭഗവാന്റെ ആവർത്തിച്ചുള്ള സൃഷ്ടികൾ അനുഭവിക്കുന്ന ശോകം, മോഹം, വിശപ്പ്, ദാഹം, ജനനം, മരണം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇത് ബർത്ത് ആഫ്റ്റർ ബർത്ത് നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒന്നിൻ്റെ പിന്നിൽ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നമുക്കുണ്ട്. ശോകമുണ്ട്, മോഹമുണ്ട്, വിശപ്പുണ്ട്, ദാഹമുണ്ട്, ജനനമുണ്ട്, മരണമുണ്ട്. പക്ഷെ അതേ സമയത്ത് ഭഗവാന്റെ അവസ്ഥ എന്താ? ഭഗവാന്റെ അവതാരങ്ങളെടുത്താൽ ഭഗവാന്റെ അവസ്ഥ എന്താ? അജൻ, അമൃത്യു, സിദ്ധസങ്കല്പ, അങ്ങനെയുള്ള നാമങ്ങളൊക്കെ ഉള്ള ആളാണ്. ആ ഗുണങ്ങളുള്ള വ്യക്തിയാണ്. അപ്പോൾ അത് കാരണം ഭഗവാന് നമ്മൾ നേരത്തെ പറഞ്ഞ ഷഡൂർമികൾ ബാധകമല്ല. ഷഡൂർമികൾ, നേരത്തെ 6 കാര്യങ്ങൾ ഊർമികൾ എന്നാണ് പറയാം. 6 ഉണ്ട് കാരണം ഷഡൂർമികൾ. ഷഡ്വൈരികൾ ഉണ്ടല്ലോ നമ്മൾ, കാമക്രോധ ലോഭ മോഹമത മാത്സര്യം. അതൊരു കഷായ കൂട്ടാണ്. ഇത് വേറൊരു കഷായ കൂട്ടാണ്, ഷഡൂർമികൾ. അതൊരു പാക്കാണ്. അതിൽ ശോകമുണ്ട്, കുറച്ച് മോഹമുണ്ട്, വിശപ്പുണ്ട്, ദാഹമുണ്ട്, ജനനമുണ്ട്, മരണമുണ്ട്. മനസ്സിലായോ? ജനനവും മരണവും കമ്പൽസറിയാണ്. അവസാനത്തെ 2 കമ്പൽസറിയാണ്, കമ്പൽസറി ഇൻഗ്രീഡിയൻ്റാണ്. മറ്റേതൊക്കെ പെർസെൻറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരി ചെയ്യും. ചിലപ്പോൾ ചില സമയത്ത് ഉണ്ടാവില്ല, ചില സമയത്ത് ഉണ്ടാവും. ഇതല്ല, ജനനവും മരണവും ഗ്യാരണ്ടീഡാണ്, ഉണ്ട്. അപ്പോൾ ശോകമോഹ വിശപ്പ് ദാഹ ജനന മരണം, ഈ 6 കൂടിയതാണ് ഷഡൂർമികൾ. അപ്പോൾ ഈ ഷഡൂർമികളൊന്നും തന്നെ ഭഗവാനെ ബാധിക്കുന്നില്ല. ഭഗവാന് ബാധകമല്ല. കാരണം മേൽപ്പറഞ്ഞ ഗുണങ്ങളെല്ലാം രജോ ഗുണത്തിൽ നിന്ന് തമോ ഗുണത്തിൽ നിന്നും പുറപ്പെടുന്നതാണ്. ശോകം, മോഹം, വിശപ്പ്, ദാഹം, ജനനം, മരണം ഇതൊക്കെ ഏത് ഗുണങ്ങളിൽ നിന്നാണ് പുറപ്പെടുന്നത്? എല്ലാം രജോ ഗുണം തമോ ഗുണത്തിൻ്റെയും മോഡിഫിക്കേഷൻസാണ്, അതിൻ്റെ വികാരങ്ങളാണ്, അതിൽ നിന്നുണ്ടാവുന്നതാണ്.
ഭഗവാന്റെ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും അങ്ങനെയാണോ? ഭഗവാന്റെ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം എന്തുകൊണ്ടുണ്ടാക്കിയതാ? തമോ ഗുണ രജോ ഗുണമാണോ? പട്ടേരിപ്പാട് എത്ര പ്രാവശ്യം പറഞ്ഞതെന്ന് നമുക്ക്. സത്വം യത്തത്പരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവത് ഭൂതേർ ഭൂതേന്ദ്രിയസ്ഥൈ വപുരിതി ബഹുശ ശ്രൂയതേ വ്യാസവാക്യം. അവയവത്തിൻ്റെ എല്ലാ ഭാഗവും ടിപ്പ് ടു ടോപ്പ് അപരികലനതോ, വേറെ ഒരു ഗുണവും കലർന്നിട്ടില്ല എക്സെപ്റ്റ് സത്വഗുണം. സത്വഗുണം മാത്രം കൊണ്ടുണ്ടാക്കിയതാ. അപ്പോൾ തമോ ഗുണത്തിൻ്റെയും രജോ ഗുണത്തിൻ്റെയും ക്വാളിറ്റീസ് എങ്ങനെയാണ് സത്വഗുണത്തിൽ പ്രകടമാവുക? ഉണ്ടാവില്ല. അതുകൊണ്ട് ഷഡൂർമികൾ ഭഗവാനെ ബാധിക്കുന്നില്ല. 100% തത്വഗുണം കൊണ്ട് നിർമ്മിച്ചതല്ലേ. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ പ്രതിഭാസം എങ്ങനെ ഉണ്ടാവണം? അതുകൊണ്ട് ഈ പറഞ്ഞ ശോകം മോഹം ഒന്നും ഉണ്ടാവില്ല. ഒരു സ്റ്റേറ്റ് ഓഫ് ഗ്രീഫ്ലെസ്നെസ്, സോറോലെസ്നെസ്. അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കുമോ. എപ്പോൾ ഈ സോറോ ആൻഡ് എന്താ പറയുക, ഗ്രീഫ്, ദുഃഖം, ചുരുക്കി പറഞ്ഞാൽ ദുഃഖം എപ്പോഴാണ് ഉണ്ടാകുന്നത്? നമുക്ക് നമ്മളതിലൊക്കെ ധാരാളം അനുഭവിച്ചവരല്ലേ, എക്സ്പെർട്ടല്ലേ ദുഃഖം. അതില്ലാത്തവർ വല്ലവരും ഉണ്ടോ? ദുഃഖമില്ലാത്തവർ ആരും ഇല്ലല്ലോ. ദുഃഖമില്ലാത്തവർ ആരുമില്ല. എല്ലാവർക്കും ദുഃഖമുണ്ട്. എല്ലാവരുടെയും ദുഃഖം ഒന്നാണ്. ഇനി ഒന്നാണ് മീൻസ് ആ അനുഭവം ഒന്നാണ്. വിശപ്പ് എങ്ങനെയാണോ ഒന്ന്, അതേപോലെ ദുഃഖം ഒന്ന് തന്നെയാണ്. ദാഹം, ഈ ഷഡൂർമികളെല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാവർക്കും ഒന്നാണ്. രാജാവിനായാലും ശരി, പിച്ചക്കാരനായാലും ശരി. രാജാവിൻ്റെ വിശപ്പാണ്, അത് പള്ളി വിശപ്പ് അങ്ങനെ പറയുമോ? ഇല്ല, ഇല്ലയോ. പിച്ചക്കാരൻ്റെ വിശപ്പും രാജാവിൻ്റെ വിശപ്പും ഒന്ന് തന്നെയാണ്. അതാണ് അദ്വൈതം. സെയിം, ഒരേ വിശപ്പ് തന്നെയാണ്. വ്യത്യാസം അവിടെ എന്താ വെച്ചെങ്കിൽ, രാജാവിന് കഴിക്കേണ്ട പദാർത്ഥങ്ങൾ വേറെ, വിശപ്പടക്കാനുള്ള പദാർത്ഥങ്ങൾ വേറെ, ഇയാൾക്ക് വിശപ്പടക്കാനുള്ള പദാർത്ഥങ്ങൾ വേറെ. അത് കാര്യം വേറെ. പക്ഷേ വിശപ്പ്, ഉറക്കം, ഭയം, ദാഹം എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ്. കോൺസെപ്റ്റ് ഒന്നാണ്. ദുഃഖം ഒന്നാണ് എല്ലാവർക്കും. പക്ഷെ ദുഃഖത്തിനുള്ള കാരണങ്ങൾ വേറെ ആയിരിക്കാം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദുഃഖം ഒന്നാണ്, എല്ലാവരുടെ ദുഃഖം ഒന്നാണ്, ഒരേ ഒരു ദുഃഖമാണ്. പക്ഷെ ആ ദുഃഖത്തിനുള്ള കാരണങ്ങൾ വേറെ വേറെയാണ്. അപ്പോൾ എനിക്ക് മാറ്റുന്ന ദുഃഖം, ആ കാരണം എനിക്ക് തന്നാൽ, ഏത് കാരണം കൊണ്ടാണോ എനിക്ക് ദുഃഖം ഉണ്ടായത് ആ കാരണം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ദുഃഖം മാറും. ആ കാരണം അപ്പുറത്തിരിക്കുന്ന ആളുടെ ദുഃഖം മാറ്റാൻ പറ്റില്ല. കാരണം അവൻ്റെ കാരണം ഇതല്ല. മനസ്സിലായില്ലേ? ദുഃഖത്തിൻ്റെ സ്വഭാവം അത്. പിച്ചക്കാരന് ദുഃഖം എപ്പോഴാണ് വരുന്നത്? അവൻ്റെ പിച്ചച്ചട്ടി പോയപ്പോൾ. അവൻ്റെ പിച്ചച്ചട്ടി അവൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അസാമാന്യ ദുഃഖം അല്ലേ. അതുകൊണ്ടാണ് അവൻ്റെ പ്രൊഫഷണൽ ഇൻസ്ട്രുമെൻ്റാണത്, എക്വിപ്മെൻ്റാണ്. അവനതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. പിച്ചച്ചട്ടി അത് പോയപ്പോൾ അവന് ഭയങ്കര ദുഃഖമായി, ആദിയായി, വ്യാധിയായി. ആലോചിച്ച് പോകും. അവൻ്റെ ആകപ്പാടെയുള്ളൊരു സമ്പാദ്യമാണ് പിച്ചച്ചട്ടി. അതിന്ന് വേണം അവന് ഉപജീവനം കഴിക്കാൻ. അത് പോയി, പോരെ ദുഃഖത്തിന്. രാജാവ് അവിടെ ദുഃഖിക്കണു. രാജാവിൻ്റെ ദുഃഖം എന്താ? രാജ്യത്തിൻ്റെ ഒരു ഭാഗം പോയി, അതുകൊണ്ട് രാജാവിന് ദുഃഖം. ദുഃഖം രണ്ടും ഒന്നാണ്. ദുഃഖത്തിനുള്ള കാരണം ഇത് പിച്ചച്ചട്ടിയും അത് രാജ്യവുമാണ്. മനസ്സിലാവുന്നില്ലേ? അപ്പം ഈ പിച്ചച്ചട്ടി തിരിച്ചു കൊടുത്ത് പിച്ചക്കാരന് ദുഃഖം മാറ്റി ഒരു വൈദ്യര് വന്നിട്ട് എന്ന് പറഞ്ഞാൽ, ആ വൈദ്യര് നേരെ രാജാവിൻ്റെ അടുത്ത് പോയിട്ട് പിച്ചച്ചട്ടി കൈ കൊടുത്തിട്ട് തൻ്റെയും ദുഃഖം മാറട്ടെ എന്ന് പറഞ്ഞ് കൊടുത്താൽ മാറുമോ? ഇല്ലല്ലോ. അത് ദുഃഖം ഉണ്ടാവാനുള്ള കാരണം തന്നെ വരണ്ടേ. അപ്പോൾ ഓരോരുത്തർക്കും ദുഃഖത്തിനുള്ള കാരണങ്ങൾ വേറെ 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 വേറെയാണ്. അതെന്താ കാരണം? ദുഃഖത്തിനുള്ള കാരണം എന്താ? പറയൂ. നിരാശ, നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കാതിരിക്കുക, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ വിപരീതമായിട്ട് വരിക, വിചാരിച്ച പോലെ വരാതിരിക്കുക, ഇതൊക്കെയല്ലേ. അതുകൊണ്ടാണല്ലോ ദുഃഖം ഉണ്ടാവേണ്ടത്.
പാസ്സാവുമെന്ന് വിചാരിച്ചു, തോറ്റു. ദുഃഖം. പാസ്സായി, പക്ഷേ വേണ്ട മാർക്ക് അങ്ങോട്ട് കിട്ടിയില്ല. ദുഃഖം. 50 പ്രതീക്ഷിച്ചുള്ള 60 കിട്ടി. ദുഃഖം. അങ്ങനെ പറയൂ? ഇല്ലല്ലോ. അപ്പോൾ പ്രതീക്ഷയേക്കാൾ കുറവോ പ്രതീക്ഷയുടെ വിപരീതമാവുമ്പോഴാണ് മനസ്സിന് ദുഃഖം ഉണ്ടാവുന്നത്. മീനിങ് വാട്ട്? അപ്പോൾ ദുഃഖങ്ങൾ ഈസ് ക്രിയേറ്റഡ് ബൈ യുവർ ഓൺ എക്സ്പെക്റ്റേഷൻസ് അല്ലേ? ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അതിൻ്റെ മുകളിൽ കണ്ണു വെച്ചിട്ടാണ് കർമ്മം ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിനോടുള്ള അറ്റാച്ച്മെൻ്റായി. ആ അറ്റാച്ച്മെൻറ്റ് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ദുഃഖമായി. ഇതല്ലേ ദുഃഖത്തിൻ്റെ പ്രോസസ്സ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയോ നേടാനുള്ളത് നമുക്ക് നേടാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ നേടിക്കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ കയ്യിൽ നിന്ന് ബ്ലിങ്കസിയായി പോയി. ദുഃഖം വരില്ലേ? ഭഗവാനെ സംബന്ധിച്ച് അങ്ങനെയാണോ? ഭഗവാൻ പറഞ്ഞു, എനിക്കിടോ അർജുന, എനിക്ക് ഈ ലോകത്തുനിന്ന് ഒന്നും കിട്ടാനില്ല. താൻ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. എനിക്ക് ഒന്നും ഈ ലോകത്തുനിന്ന് കിട്ടാനില്ല. കിട്ടാത്തതൊന്നുമില്ല, ഇനി കിട്ടാനും ഒന്നുമില്ല. പോരെ? സമാധാനമായോ? ഈ ലോകത്തിൽ നിന്ന് എനിക്ക് കിട്ടാനായിട്ട് ഒന്നുമില്ല. കിട്ടാത്തത് വല്ലതും ഉണ്ടോ? അതുമില്ല. നമേ പാർത്ഥ അസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന. എനിക്ക് പാർത്ഥ മുപ്പാരിൽ ഒന്നും ചെയ്യേണ്ടതില്ലടോ. എനിക്ക് ഒന്നും കിട്ടാനില്ലടോ ഇവിടെ. പിന്നെ എനിക്ക് എന്താ എക്സ്പെക്റ്റേഷനുള്ളത്? ഐ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ്. പിന്നെ എനിക്ക് എവിടെ ദുഃഖം ഉണ്ടാവാനാ? ദുഃഖ കാരണം ഉണ്ടായിരിക്കും, പക്ഷെ എന്നെ അത് ബാധിക്കുന്നില്ല. എനിക്ക് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ വീട്ടിലെ ആൾക്കാർ ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് വരും, നാട്ടിലെ ആൾക്കാർ നഷ്ടപ്പെട്ടു എന്ന് വരും. മനസ്സിലായി? ഇതൊക്കെ എനിക്ക് വന്നു എന്ന് വരും. എൻ്റെ പിച്ചച്ചട്ടി കയ്യിൽ നിന്ന് പോയി എന്ന് വരും, കുറച്ച് രാജ്യം പോയി എന്നൊക്കെ വരും. പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്നില്ല, കാരണം ഞാൻ അതൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന. ഐ ഹാവ് നോ ഡ്യൂട്ടീസ് ടു ഫുൾഫിൽ. ഡ്യൂട്ടീസ് ഇല്ലെങ്കിൽ പിന്നെ എന്താ എക്സ്പെക്റ്റേഷൻസ് ഉള്ളത്? നമ്മളൊരു ഡ്യൂട്ടി ഫുൾഫിൽ ചെയ്യുമ്പോഴാണല്ലോ, നമ്മൾ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആക്ട് ചെയ്തു എന്നും ആ ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കർമ്മഫലം കിട്ടണമെന്നും ഇതൊക്കെ വിചാരിച്ചിട്ട് ആക്ഷൻ തുടങ്ങുന്നതിൻ്റെ മുമ്പേ കർമ്മഫലത്തിൻ്റെ മുകളിൽ കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കൂട്ടിലെന്ന് പറഞ്ഞ പോലെ കർമ്മം ചെയ്തില്ലെങ്കിലും കർമ്മഫലത്തിൻ്റെ മുകളിലാണ് നമ്മുടെ കണ്ണ് മുഴുവൻ. അങ്ങനെയാകുമ്പോൾ എക്സ്പെക്റ്റേഷൻ അല്ലാണ്ട് എന്താ ഉണ്ടായിരിക്കുക? എവറി എക്സ്പെക്റ്റേഷൻ വിൽ മീറ്റ് വിത്ത് സോറോ. ബിക്കോസ് 100% ആൾക്കാരുടെയും 100 എക്സ്പെക്റ്റേഷൻസും 100 തരത്തിലും ഫുൾഫിൽ ആവാൻ പോകുന്നില്ല ഒരു കാലത്തും. നെവർ എവർ ഇറ്റ് ഹാപ്പൻസ്. അതുകൊണ്ട് ഗ്രീഫ് ഇസ് സർട്ടൻ ഫോർ അസ്. നേരെ മറിച്ച് ഭഗവാന് സർട്ടൻലി ഇറ്റ് ഈസ് നോട്ട്. എന്താ കാരണം? നമേ പാർത്ഥാസ്തു കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം വർത്ത ഏവച കർമ്മണി. എനിക്ക് കിട്ടാനുള്ളതൊന്നുമില്ല, കിട്ടാത്തതൊന്നുമില്ല, വർത്ത ഏവച കർമ്മണി. എന്നിട്ട് ഞാൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു അർജുന. നാളെ ആൾക്കാരെന്നെ കുറ്റം പറയും. അല്ലെങ്കിൽ എൻ്റെ മോഡൽ നോക്കിയിട്ട്, ഓ ഇതാണ് റോൾ മോഡൽ അല്ലേ, ഭഗവാൻ പറഞ്ഞത് ചെയ്യുക, ഭഗവാൻ ചെയ്ത് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ചെയ്യും. അവർ കർമ്മം ചെയ്യാണ്ടിരിക്കും. കർമ്മത്തിൽ നിരുത്സാഹം ഉണ്ടാവും അവർക്ക്. അതുകൊണ്ട് ഞാൻ കർമ്മം ചെയ്യാം. അല്ലാണ്ട് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് മീ. ഐ ഹാവ് നോ ഗ്രീഫ്. എനിക്ക് ജനനം മുതലേ എന്തെല്ലാം സംഭവിച്ചു, എന്തെല്ലാം എനിക്ക് സംഭവിച്ചു. സ്വന്തം അച്ഛനും അമ്മയും വേറെ ഇട്ടു മാറ്റി, ജയിലിൽ വാസം, ഗൂഗിളത്തിൽ പോയിട്ട് എന്തെല്ലാം അറ്റാക്ക് ഉണ്ടായിരുന്നു, എന്തെല്ലാം ശത്രുക്കൾ വന്നിട്ട് എന്നെ നശിപ്പിക്കാൻ നോക്കി. അതൊക്കെ ഞാൻ തരണം ചെയ്തില്ലേ? ഇതെല്ലാം ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിട്ടുണ്ട് അർജുന. നീ അവനക്ക് ഓർമ്മയുണ്ടോ? പഠിച്ചിട്ടില്ലേ ഇതൊക്കെ? ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് കരഞ്ഞു കണ്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒന്ന് ദുഃഖിച്ചിരുന്ന് കണ്ടിട്ടുണ്ടോ? ആരോടെങ്കിലും ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അതെ പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ, ഐ എം നോട്ട് വെൽ? അങ്ങനെ വല്ലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ശരി എന്നൊരു സാധനം ഞാൻ എൻ്റെ മുഖത്തുനിന്ന് മാറ്റി വിട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. സ്മൈൽ ഓൾവേസ്. കാരണം എന്താ? ദുഃഖമില്ല, ഗ്രീഫ്ലെസ്നെസ്, അശോക. ശരി.
ശോകമില്ലാത്ത അവസ്ഥ. ഭഗവാന്റെ കാര്യമാണ് പറയുന്നത്. ആ ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റും, പറ്റായൊന്നുമില്ല. ഭഗവാനായിട്ടുള്ള താതാത്മ്യം പ്രാപിച്ചാൽ ഈ പറഞ്ഞതൊക്കെ നമുക്ക് കിട്ടും. അത് നമുക്ക് കാണാം, വരും നാമങ്ങളിൽ നമുക്ക് കാണാം എങ്ങനെയത് പറ്റുക, എന്താ ചെയ്യാൻ നോക്കാം. തൽക്കാലം ഇപ്പോൾ ഭഗവാന് അശോക എന്നുള്ള പേര് വരാൻ കാരണം ഭഗവാന് ശോകമില്ല. ഭഗവാൻ ഹാസ് നോ ഗ്രീഫ്. കം വാട്ട് മേ, മെൻ മേ കം ആൻഡ് മെൻ മേ ഗോ, ബട്ട് ഐ ഗോ ഓൺ ഫോർ എവർ എന്ന് പറഞ്ഞ പോലെ എന്ത് വേണമെങ്കിൽ വന്നോട്ടെ, എനിക്ക് യാതൊരു കുലുക്കുമില്ല. അതാണ് മാൻ ഓഫ് സ്റ്റഡി വിസ്ഡം, സ്ഥിതപ്രജ്ഞൻ എന്ന് പറയേണ്ടതാണ്. മനസ്സിലായോ? അപ്പോൾ അതാണ് അശോക. അടുത്ത രണ്ട് നാമം താരണ, താര, 337 338. ഇത് രണ്ട് അർത്ഥം ഏതാണ്ടൊക്കെ ഒന്നാണ്. ഒന്ന് ആക്റ്റീവ് വോയിസ്, ഒന്ന് പാസീവ് വോയിസ് എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് രണ്ടും കൂടി ഒന്നിച്ചെടുക്കാം. ശ്ലോകം ഓർമ്മയുള്ളവർ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അശോകസ്താരണ സ്താര, അശോക താരണ താര. താരണ എന്ന് വെച്ചെങ്കിൽ കര കയറ്റുന്നവൻ, താര എന്ന് വെച്ചെങ്കിൽ തരണം ചെയ്യുന്നവൻ, ചെയ്യിപ്പിക്കുന്നവൻ, ചെയ്യിക്കുന്നവൻ, ചെയ്യുന്നവനല്ല ചെയ്യിക്കുന്നവൻ, രണ്ടും ഒന്നല്ലേ. ഒന്ന് കര കയറ്റുന്നവൻ, അത് അദ്ദേഹത്തിൻ്റെ ഹെഡ് ഓഫീസിൽ ഇരുന്നിട്ട് കര കയറ്റും. ഒക്കെ ഓൺലൈൻ പരിപാടികളാണ്. അദ്ദേഹത്തിന് അങ്ങോട്ട് അനങ്ങണ്ട, അവിടെ ഇരുന്നിട്ട് തന്നെ ചെയ്യാൻ പറ്റും. കരകയറ്റാനുള്ള കഴിവ് ഭഗവാനുണ്ട്. മനസ്സിലായോ? പക്ഷെ ചില സന്ദർഭങ്ങളിൽ ചുരുക്കം എന്താ പറയുക, ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് അവിടെ ഇരുന്നിട്ട് പറ്റിയെന്ന് വരില്ല. കാരണം അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ഇവിടുത്തെ സ്ട്രക്ചർ. അപ്പോൾ ഒന്ന് ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മുഖം കാണിച്ച് പോകേണ്ടി വരും. ഞാൻ ഇവിടെ ഉണ്ട് എന്നൊരു അവതാരം കാണിച്ചിട്ട് ഭക്തന്മാരെ രക്ഷിച്ച് പോകേണ്ടി വരും. അത് തരണം ചെയ്യിപ്പിക്കുന്നവനാണ്. ഭഗവാൻ തന്നെ വന്നിട്ട് കൈ പിടിച്ച് കൊണ്ടുപോകണം. മറ്റേത് അവിടെ ഇരുന്നിട്ടുള്ള ഓൺലൈൻ OTP ഒക്കെ ചോദിച്ചിട്ടുള്ള പരിപാടിയാണ്. ഇതോടെ OTP ഒന്നുമല്ല, നേരെ ഡയറക്റ്റായിട്ട് വരികയാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനാം സൃജാമ്യഹം. ഞാൻ തന്നെ വരും, എന്നിട്ട് തരണം ചെയ്യിപ്പിക്കും ഞാൻ. അപ്പോൾ തരണം കര കയറ്റുന്നവൻ എന്നുള്ളൊരർത്ഥമുണ്ട്, തരണം ചെയ്യിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥം. രണ്ട് അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വ്യാഖ്യാനം കാണുമ്പോൾ രണ്ടും കൂടി ഒന്നിച്ച് കാണാം. അതല്ലേ നല്ലത്. അപ്പോൾ രണ്ട് നാമവും നമ്മൾ കവർ ചെയ്യും. ഈ ശരിക്കും പറഞ്ഞാൽ ഈ നാമത്തിന് വ്യാഖ്യാനം വേണോ? ഭഗവാനാണ് നമ്മളെ സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റുന്നത്. ഇതിനിപ്പോൾ എന്ത് വ്യാഖ്യാനം ഇപ്പോൾ ഞാൻ പറയാം? ആർക്കതറിയാത്ത? എന്നാലും അങ്ങനെയല്ലല്ലോ, നാമം പറയുമ്പോൾ അത് പറയേണ്ട നമ്മൾ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മുക്താനാം പരമാം ഗതി. മുക്തി പ്രദാനം ചെയ്യുന്ന ഭഗവാൻ, മുക്തി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്ഥാനം തരുന്നതും ഭഗവാൻ. മുക്താനാം പരമാം ഗതി. അപ്പോൾ സംസാരസാഗരത്തിൽ മുങ്ങി ജനന മരണങ്ങൾ വീണ്ടും വീണ്ടും, പുനരഭി ജനനം പുനരഭി മരണം പുനരഭി ജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാപാരേ പാഹിമുരാരേ. വേറെ ആരും രക്ഷയില്ല ഭഗവാന്. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. ടോട്ടൽ സറണ്ടർ. വേറെ ആർക്കും എന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കയറ്റാൻ പറ്റില്ല. ഈ ചളിക്കുണ്ടെന്ന് കയറ്റാനും പറ്റില്ല, യന്ത്രവഞ്ഞാലിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറക്കാൻ പറ്റില്ല. ഭഗവാന് മാത്രമേ ഇത് പറ്റുള്ളൂ. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, ഓടങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. പുനരഭി ജനനം പുനരഭി മരണം, അങ്ങോട്ട് തെറ്റ അങ്ങോട്ട് തെറ്റ അങ്ങോട്ട് തെറ്റ അങ്ങോട്ട് തെറ്റ. ഇതൊരു സ്പോർട്ടാണ് അവർക്ക്. ബ്രഹ്മാവിനും അന്തകനും ഒരു കളിയാണ്, ഫുട്ബോൾ കളി, അങ്ങോട്ട് ഇങ്ങോട്ട് തട്ടണ പോലെ അല്ലേ. അപ്പം ഈ ജനന മരണ ദുഃഖം, നേരത്തെ പറഞ്ഞ ശോകം ചില്ലറ ദുഃഖമല്ല അത്. ഷഡൂർമികളിൽ രണ്ടെണ്ണമാണ് ജനനവും മരണവും.
സാമാന്യ ദുഃഖ. അപ്പം ഈ ദുഃഖമെല്ലാം സഹിച്ചിരിക്കുന്ന ജീവാത്മാക്കളെ ആധ്യാത്മികമായി പൂർണ്ണത കൈവരിച്ച്, അപ്പം ആ ജീവാത്മാവ് ജ്ഞാനം സിദ്ധിച്ച് പൂർണ്ണത കൈവരിച്ച് ഈ കാണുന്നതെല്ലാം വാസുദേവൻ തന്നെ എന്ന ജ്ഞാനം സിദ്ധിക്കണം. അങ്ങനെ ജ്ഞാനം സിദ്ധിച്ചിട്ടുള്ളവരെ കരകയറ്റാൻ ഭഗവാൻ തന്നെ വേണം. ആ ജ്ഞാനം വരാണ്ട് കയറ്റാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഏത് മാർഗത്തിൽ കൂടെ പോയിക്കോളൂ. കർമ്മയോഗത്തിൽ കൂടെ പോയാലും കൊള്ളാം, ഭക്തിയോഗത്തിൽ കൂടെ പോയാലും കൊള്ളാം. ജ്ഞാനം മനക്കാമ്പിലില്ലെന്ന് വന്നാൽ ഒരു രക്ഷയില്ല. ഞാനെന്ന ഭാവം കൂടും, അഹങ്കാരം കൂടും. ജ്ഞാനം മനക്കാമ്പിൽ ഉണ്ടെന്ന് വന്നാൽ ആനന്ദമല്ലാതെ മറ്റൊന്നുമില്ല. അതുണ്ടെങ്കിലോ വേറെ കുഴപ്പമൊന്നുമില്ല, ആനന്ദം തന്നെ, പിന്നെ ശോകമില്ല. അപ്പം നമ്മൾ കിടന്ന് ഈ അനുഭവിക്കുന്ന സംസാര ദുഃഖത്തിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് സമയം ഓഫ് എടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി, ഇതിങ്ങനെ പോയേ പറ്റില്ല, എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വരാൻ കാരണം, ഇതിന്ന് എങ്ങനെ നമുക്ക് പുറത്ത് ചാടാം, അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ആലോചിച്ചാൽ മാർഗത്തിലൂടെ പോയിട്ട് അവസാനം നമുക്ക് ഓഹോ ഇതെല്ലാം വാസുദേവൻ്റെ കളിയാണല്ലേ, ഇതെല്ലാം വാസുദേവനാണല്ലേ, ഇവിടെ എവിടെ യന്ത്രൂഞ്ഞാൽ, ഇവിടെ എവിടെ ചളിക്കുണ്ട്, ഇതൊക്കെ കൽപ്പിത നാമ മാത്രമല്ലേ, മായയുടെ ഒരു കളിയല്ലേ ഇത് എന്നുള്ളൊരു ജ്ഞാനം നമ്മളുടെ മനസ്സിൽ വന്ന് ഇതെല്ലാം ഭഗവാന്റെ കളിയാണ്, ഇതം എന്താ പറയുക, ഈശാവാസ്യം ഇതം സർവം, ഈ ജഗത്ത് മുഴുവൻ വസിക്കുന്നത് ഭഗവാനാണ്, വാസുദേവനാണ് എന്ന ജ്ഞാനം സിദ്ധിക്കാനും സിദ്ധിച്ചവരെ കരകയറ്റാനും ഭഗവാൻ തന്നെ വേണം. ജ്ഞാനമാർഗം പഠിക്കാനും വേണം ഭഗവാൻ. ജ്ഞാനമാർഗം ഭക്തിമാർഗമായാലും കൊള്ളാം, കർമ്മമാർഗമായാലും കൊള്ളാം. അവസാനം ജ്ഞാനം കിട്ടണം മനസ്സിന്. അപ്പം ജ്ഞാനമാർഗം പഠിച്ച് അത് സിദ്ധിക്കണം. ഭക്തി കൊണ്ടും കർമ്മം കൊണ്ടും പ്രിലിമിനറി ജ്ഞാനം കൊണ്ടും ആ വേണ്ട ജ്ഞാനം സിദ്ധിക്കണം. അങ്ങനെ സിദ്ധിച്ചാലോ ആ ജീവി പിന്നെ ഭഗവാനിൽ ലയിച്ചു. He becomes one with Vasudeva. ഒരു ജാതി എന്താ പറയുക, ഒരു ക്യാമ്പസ് സെലക്ഷൻ പോലെയാണത്. ഈ വലിയ കമ്പനികളൊക്കെ ഇല്ലേ, റിലയൻസ്, ടാറ്റ, അവർക്കൊക്കെ മാനേജ്മെൻറ്റ് സ്കൂൾസ് ഉണ്ട്, കോളേജസ്. ഇപ്പോൾ പൂനെയിൽ എന്താ സെൻറ്റ് സേവിയർ അല്ലേ, ലേബർ സ്കൂൾ കോളേജൊക്കെ എന്തുണ്ട് തോന്നുന്നു, ടാറ്ററാണത്. അതുപോലെ റിലയൻസിന് ഒരുപാട് കോളേജസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ കുട്ടികളെ മാനേജ്മെൻറ്റ് പഠിക്കാനായിട്ട് അവിടെ ചേരും. അവിടെ ചേർന്ന് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് പിടിപ്പിച്ച് ഒരു പഠനമൊക്കെ പൂർത്തിയായി വേണ്ട വിഷയങ്ങളിലൊക്കെ പ്രാവീണ്യം കിട്ടിക്കഴിഞ്ഞ് മാനേജ്മെൻറ്റിനുള്ള തയ്യാറെടുപ്പായി കഴിഞ്ഞാൽ അതിന് എന്താ പറയുക, ശ്രേഷ്ഠതയുള്ള കുട്ടികളെ അവർ ക്യാമ്പസ് വന്നിട്ട് സെലക്ട് ചെയ്ത് കൊണ്ടുപോകും. ക്യാമ്പസ് സെലക്ഷൻ നേരിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ ഇരുന്നും കൊണ്ട് പഠിക്കേണ്ടതൊക്കെ പഠിച്ച് കർമ്മമാർഗത്തിലൂടെ ആയാലും ശരി, ജ്ഞാനമാർഗത്തിലൂടെ ആയാലും ശരി, ഭക്തിയോഗത്തിലൂടെ ആയാലും ശരി, അറിയേണ്ടത് എന്താണെന്ന് അറിഞ്ഞാൽ, അറിയേണ്ട രണ്ട് കാര്യമുള്ളൂ. ഞാൻ ആരാന്നും അറിയണം, ഞാനിവിടെ എന്തിനു വന്നു എന്നും അറിയണം. അത്ര അറിയണ്ടോ? രണ്ട് കാര്യം അറിയുള്ളൂ. അത്രേ അറിയുള്ളൂ. അതറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് നേരെ ക്യാമ്പസ് സെലക്ഷൻ, പിന്നെ ഭഗവാനായിട്ട് ലയിച്ചു. പിന്നെ വേറെ ജനനമില്ല, മരണമില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ പ്രഹ്ലാദ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ, ഭഗവാന്റെ പ്രഹ്ലാദ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നാൽ അവിടെ നടക്കുന്ന കോഴ്സുകളൊക്കെ നല്ലോണം നോക്കി പഠിച്ച് അവിടുത്തെ വിദ്യാഭ്യാസ ചിട്ടോട്ടങ്ങളൊക്കെ നന്നായി നോക്കി അവിടുത്തെ സിലബസും കാര്യങ്ങളൊക്കെ പഠിച്ച് പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഇതിലും എടുക്കാൻ ആരാന്ന് നോക്കിയിട്ട് ക്യാമ്പസ് സെലക്ഷൻ എടുത്ത് നടത്തിക്കൊണ്ട് പോകും. അത് ചിലപ്പോൾ ആൾക്കാർ ഫൈനൽസ് കഴിയണതിന് മുമ്പ് തന്നെ ചിലപ്പോൾ സാങ്ഷൻ കിട്ടി ക്യാമ്പസ് സെലക്ട് ചെയ്തെന്ന് വരും. ചിലവർ കഴിഞ്ഞിട്ടാവും, ചിലവർക്ക് 2 കൊല്ലം മുമ്പ് കിട്ടും. അതൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതുപോലെയാണ് ഭഗവാന്റെ വഴി വേണ്ടത്ര ജ്ഞാനം സിദ്ധിച്ചാൽ, ഭക്തിമാർഗം സിദ്ധിച്ചാൽ ഭഗവാൻ തന്നെ ക്യാമ്പസ് സെലക്ഷൻ നടത്തി
അദ്ദേഹത്തിൽ തന്നെ ലയിപ്പിക്കും. പക്ഷെ കരകടക്കാൻ ആവശ്യം ജ്ഞാനമാർഗം തന്നെ പ്രാപിക്കണം. ചിലപ്പോൾ 4 കൊല്ലമൊന്നും മതിയായിന്ന് വരില്ല ക്യാമ്പസ് സെലക്ഷൻ കിട്ടാൻ, കൂടുതൽ പഠിക്കേണ്ടി വരും, അതൊക്കെ വേണ്ടി വരും. ഗ്യാരണ്ടി ഒന്നുമില്ല ക്യാമ്പസ് സെലക്ഷൻ തരാമെന്ന്. ജന്മജന്മാന്തരങ്ങളോളം ചിലപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കേണ്ടി വരും. യൂണിവേഴ്സിറ്റി മീൻസ് യൂണിവേഴ്സ്, ഭൂമി ഒരു യൂണിവേഴ്സിറ്റി തന്നെയല്ലേ അത്, യൂണിവേഴ്സ്. എത്ര കാലം അതിങ്ങനെ വേണ്ടി വരിക? അതിങ്ങനെ വേണ്ടി വരും. മര്യാദയ്ക്ക് മരിച്ചില്ലെങ്കിൽ പിന്നെയും ജന്മം എടുക്കേണ്ടി വരും. ആർട്ട് ഓഫ് ഡൈയിങ് പഠിച്ചില്ലെങ്കിൽ പിന്നെയും ജന്മം എടുക്കണം, പിന്നെയും യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ മേടിക്കണം. പക്ഷേ സംഗതി പ്രഹ്ലാദ് യൂണിവേഴ്സിറ്റിയാണ്, ക്യാമ്പസ് സെലക്ഷനുള്ള യൂണിവേഴ്സിറ്റിയാണ്, കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നല്ലെങ്കിൽ നാളെ അങ്ങനെ വിട്ടുപോകാനൊന്നും പറ്റില്ല. ഭഗവാന്റെ പിടിയിൽ നിന്ന് വിട്ടുപോകില്ല, കിട്ടും. എന്നല്ലെങ്കിൽ നാളെ കിട്ടും ക്യാമ്പസ് സെലക്ഷൻ തീർച്ചയാണ്. കുറച്ച് സമയം ചിലവഴിക്കണമെന്ന് മാത്രം. അത് നമ്മളുടെ ശ്രദ്ധക്കുറവുകൊണ്ടാണ്. ഇല്ലെങ്കിൽ വേഗം പോവാം, നമുക്ക് ടപ്പൊന്ന് ശ്രദ്ധിച്ചാൽ വേഗം പോവാം. ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറാൻ എത്ര സമയം വേണം? എത്ര സമയം വേണ്ടു ജ്ഞാനം കിട്ടിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ? പക്ഷെ കിട്ടണ്ടേ? പക്ഷെ വേഗം പറയണ പേടിക്കണ്ട, നിന്നെ ഞാൻ കൊണ്ട് പോവോ, എന്നെ കൊണ്ടിട്ട് ഞാൻ പോവോ, കുറച്ച് സമയം വെയിറ്റ് ചെയ്യേ. ബഹൂനാം ജന്മനാം മന്ദേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സമം ഈതി സമഹാത്മസൗദുർലഭ. ബഹൂനാം ജന്മനാമന്തേ, ജനനമരണ പ്രക്രിയയിൽ നിന്ന് കരകയറുന്നവൻ. ബഹൂനാം ജന്മനാമന്തേ, കുറേ ജന്മങ്ങൾ എടുത്തിട്ട് അവസാനം ജ്ഞാനവാൻ മാം പ്രപദ്യതേ, ജ്ഞാന സിദ്ധിച്ച് എന്നിലെത്തിക്കഴിഞ്ഞാൽ എപ്പോഴാണ് എത്തുക? വാസുദേവ സർവമിതി, ഇത് സർവവും വാസുദേവനാണ് എന്നുള്ളൊരറിവ് എനിക്ക് വന്നു കഴിഞ്ഞാൽ സ മഹാത്മാ സുദുർലഭ, അങ്ങനെയുള്ള മഹാത്മാക്കളെ സുദുർലഭമാണ്. ഏറെ ജന്മങ്ങൾ കൊടുക്കം ജ്ഞാനി എന്നിലണഞ്ഞിടും, ഗ്യാരണ്ടിയാണത്. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാം മാം പ്രപദ്യതേ, പല ജന്മങ്ങൾ എടുത്തിട്ട് അവൻ അവസാനം എൻ്റെ അടുത്തേക്ക് തന്നെ വരും, യാതൊരു സംശയമില്ല. ഹി കനോട്ട് ഗോ എൽസ്വെയർ, ഹി ഹാസ് നോ റെഫ്യൂജ് എൽസ്വെയർ, ഹി ഹാസ് ടു കം ടു മീ. എൻ്റെ അടുത്തേക്ക് തന്നെ വന്നേ അവന് പറ്റൂ. കാരണം ഇവിടുന്നാണ് അവൻ പോയത്, അവൻ്റെ തറവാട് ഇതാണ്. ഹി ഹാസ് ടു കം ബാക്ക് ഹോം. ഒരു സംശയമില്ല, അവൻ വന്നില്ലെങ്കിൽ അവനെ ഞാൻ കൊണ്ടുവരും. ആണ് ഭഗവാന്റെ വാശി. ബഹൂനാം ജന്മനാമന്തേ, ജന്മങ്ങൾ പലതും എടുത്തിട്ടുണ്ടാവും. അത് വാട്ട് കാൻ ഐ ഡു? പല ജന്മങ്ങളുടെ അന്തത്തിൽ ജ്ഞാനവാൻ മാം പ്രപദ്യതേ, ജ്ഞാനവാനായിട്ട് എൻ്റെ അടുത്തേക്ക് വരുവൻ. വാസുദേവ വാസുദേവ സർവമിതി, എല്ലാം വാസുദേവനാണെന്നുള്ള അറിവുകൊണ്ട് വരും. സ മഹാത്മാ സുദുർലഭ, ദുർലഭമായിട്ടുള്ളവരാണ് ഇവരൊക്കെ, പെട്ടെന്നൊക്കെ പോരാൻ പറ്റുന്നവർ. ഏറെ ജന്മങ്ങൾ കൊടുക്കം ജ്ഞാനി എന്നിലണഞ്ഞിടും വാസുദേവൻ സർവമെന്ന മാമഹാത്മാവ് ദുർലഭം. അതിനുള്ള മഹാത്മാക്കൾക്ക് ഞാൻ വാസുദേവനാണ്, അംശമാണ്, രണ്ടും രണ്ടല്ല എന്നുള്ളൊരു ബോധം വരുന്നവർക്ക് വേഗം പോവാം. അവരുടെ സ്കൂൾ നേരത്തെ വിടും, ലാസ്റ്റ് പീരീഡൊന്നും ഉണ്ടാവില്ല. നമ്മളാണെങ്കിൽ 4 മണി വരെ എങ്ങനെ ചടഞ്ഞ് കൂട്ടിയിരിക്കേണ്ടി വരും. കാൺട്ട് ഹെൽപ്പ്, നമ്മുടെ കയ്യിരിപ്പുകാരനാണ്. ദെർഫോർ വി കാൺട്ട് ഹെൽപ്പ്. പക്ഷെ ഭഗവാൻ പറഞ്ഞ എൻ്റെ പിടിയിൽ നിന്ന് നീ കൂല്ല. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാ പ്രപദ്യത, അവൻ ജ്ഞാനിയാവൊരു ദിവസം എൻ്റെ അടുത്ത് വരുവൻ. എത്ര പാപം ചെയ്തവനാണെങ്കിലും ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ പോവും. മഹാപാപിയാണെങ്കിലും ശരി, മനസ്സിലായില്ലേ? അപ്പോൾ വലയിന്ന് പോയാൽ കുളത്തിൽ പോവില്ല, നീ പോവില്ല ഇവിടുന്ന്. അല്ലെങ്കിൽ വേറെ എങ്കിലും തവള ചാടണ പോലെ. പക്ഷെ എവിടെ ചാടിയാലും എൻ്റെ വലയിൽ നീ പെടാണ്ടിരിക്കില്ല കൂട്ടാ. യു വിൽ കം ബാക്ക് ടു മീ. വലിയൊരു ആശ്വാസമല്ലേ അത്, അല്ലേ?
ഈ ദുഃഖം ഇൻ ബിറ്റ്വീൻ എന്താ ചെയ്യുക? അത് വേണമെങ്കിൽ സൂക്ഷിച്ചോ, അത് എൻ്റെ ഇഷ്ടം. വേഗം വരണമെങ്കിൽ വേഗം വരാം. വേഗം 4 സെമിസ്റ്റർ 8 സെമിസ്റ്റർ എത്തിച്ചാൽ വേഗം കഴിച്ചോ, എനിക്ക് പ്ലസ് മാർക്ക് കിട്ടും. കൊണ്ടോക്കോ, 2 കൊല്ലം കൊണ്ട് 2 ഗ്രാജുവേഷൻ കഴിച്ച് പോക്കോ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, യു ക്യാൻ ഗോ. അതല്ല ഒരു 4-5 കൊല്ലമൊക്കെ ഇവിടെ നിന്നിട്ട് 6 കൊല്ലം 7 കൊല്ലമൊക്കെ ക്യാമ്പസിൽ നിന്നിട്ട് എല്ലാ സെമിസ്റ്റർ, ഒരു സെമിസ്റ്റർ 2 കൊല്ലം കൊണ്ട് എഴുതുക, അടുത്ത 2 കൊല്ലത്തിന് ഒരു സെമിസ്റ്റർ എഴുതുക, അങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ അങ്ങനെയും പോവാം, വിരോധമില്ല, എനിക്കൊരു വിരോധമില്ല. ഇറ്റ് ഈസ് ഓൾ ലെഫ്റ്റ് യു. ഐ ആം വെരി വെരി ഫ്ലെക്സിബിൾ. പക്ഷെ എന്നെ കൊണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. അപ്പോൾ ദെർഫോർ ജനന മരണ പ്രക്രിയയിൽ നിന്ന് കരകയറ്റുന്നവൻ എന്നർത്ഥം. ഇല്ലേ, 2 മുത്തശ്ശിമാർ നാമം ചെല്ലാറില്ലേ, സന്ധ്യാനാമം, ഇപ്പം എവിടെ ഉണ്ടതല്ലേ. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ, നരകത്തിൽ നിന്നും കരകയറ്റിയിടന്നെ, തിരുവൈക്കം വാഴും ശിവശംഭോ. എൻ്റെ സംഗീതം കേൾക്കണ്ട കേട്ടോ, അതിൻ്റെ അക്ഷരങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അല്ലേ, ഈ ജനന മരണത്തിൻ്റെ ഈ പിടിപ്പിൽ നിന്ന് ഒന്ന് എന്നെ വിടിക്കണേ ഭഗവാനേ, നരകത്തിൽ നിന്നും കരകയറ്റിയിടണേ, തിരുവൈക്കം വാഴും ശിവശംഭോ. ഭഗവാനോടുള്ള പ്രാർത്ഥന അത്, കരകയറ്റണം എന്നുള്ള പ്രാർത്ഥനയാണ് ഭഗവാനോടുള്ളത്. നിസ്സാര കാര്യമല്ല ഈ ജനന മരണം എന്ന് പറഞ്ഞാലേ. ഇതൊന്നൊന്ന് പുറത്ത് ചാടണ്ടേ നമുക്ക്. അതതിൻ്റെ ബുദ്ധിമുട്ട് അറിഞ്ഞാലേ അതിൻ്റെ ഗ്രാവിറ്റി മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഒന്ന് ഇടയ്ക്ക് വായിക്കണം നമ്മൾ. ഈ ജനന മരണം എന്നുള്ള പ്രക്രിയയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഒരിക്കൽ ജനിച്ചു, ലോകത്തിൽ ജീവിച്ചു, മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് യാത്രയുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെയും ജന്മം എടുക്കുന്നത്. അല്ലാണ്ട് മരിച്ചു ഉടനെ അങ്ങോട്ട് നെക്സ്റ്റ് ഡേ ജന്മം എടുത്തോളണമെന്നില്ല. അവിടെ കുറേ യാത്രകളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെയും ഈ കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടണം. കുറേ കറങ്ങി തിരിഞ്ഞ് ട്യൂട്ടോറിയൽ കോളേജിൽ പോവും, പ്രൈവറ്റ് കോളേജിൽ പോവും, എന്നിട്ട് അവിടെ നിന്ന് രക്ഷയില്ലാണ്ട് അവസാനം വന്നിട്ട് ഈ റെക്കഗ്നൈസ്ഡ് പ്രഹ്ലാദ യൂണിവേഴ്സിറ്റിയിൽ തന്നെ വന്ന് ചേരും. ഇവിടുന്ന് പോയതാ, ഇവിടുന്ന് ടി സി ഒക്കെ മേടിച്ച് പോയതാ. അപ്പോൾ ഇവിടുന്ന് ടി സി മേടിച്ചിട്ട് പോണ പോക്കുണ്ടല്ലോ, ഒരു വിവരണം, അത് ഗംഭീരമായിട്ടൊരു ട്രാവലോഗുണ്ട്, ഒരു യാത്രാ വിവരണം. നല്ലൊരു വർക്കാണത്. നിങ്ങളിൽ പലവരും കേട്ട് കാണും, ചിലവരല്ല എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് പെട്ടെന്ന് അങ്ങോട്ട് ക്ലിക്കാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഡോക്ടർ പൂന്താനം എഴുതിയിട്ടുള്ളതാ. അദ്ദേഹം ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രഹ്ലാദ് യൂണിവേഴ്സിറ്റി. ഡോക്ടർ പൂന്താനം, നാരായണ ഭട്ടതിരിപ്പാട്, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, ഇവരൊക്കെ കണ്ടംപററീസാണ്. അതേ യൂണിവേഴ്സിറ്റിയിൽ തന്നെ. അവിടത്തേക്ക് അലുമിനിയാണ് ഇവരൊക്കെ. ശങ്കരൻ്റെയൊക്കെ ജൂനിയറാണ്. ശങ്കരനൊക്കെ നേരത്തെ പഠിച്ചു പോയി. അദ്ദേഹം പ്രഹ്ലാദ് യൂണിവേഴ്സിറ്റിയിൽ അലുമിനിയാണ്. അല്ലേ, എന്തോ മഹാനുഭാവലും അവരൊക്കെ ഈ സ്കൂളിൽ ഈ കോളേജിൽ പഠിച്ചു പോയതാണ്. പ്രഹ്ലാദ് യൂണിവേഴ്സിറ്റി. അപ്പോൾ പ്രഹ്ലാദ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ പൂന്താനം, അദ്ദേഹം ഒരു യാത്രാ വിവരണം എഴുതിയിട്ടുണ്ട്. ഇവിടുന്ന് ടി സി മേടിച്ചിട്ട് പോയാൽ തിരിച്ചിവിടെ എപ്പോഴാണ് വരികയെന്ന്, എവിടേക്കാണ് പോവുക, എന്തൊക്കെയാണ് യാത്രാക്ലേശങ്ങൾ, എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ എന്ന് വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി പച്ചയ്ക്ക് പറയാം, ജ്ഞാനപ്പാനയിൽ, വേറെ എവിടെയല്ല. ഒരു 10-40 വരികൾ, മുഴുവനൊന്നും എനിക്ക് കാണാപ്പാടറിയില്ല, അറിയുന്ന അത്ര ആവുന്നതും നന്നാക്കി ചെല്ലാൻ നോക്കാം. ചിലതൊക്കെ അവിടെയും ഇവിടെയൊക്കെ പശുക്ക് വരും. അത് 40 വരികളൊന്നും എനിക്കിപ്പോൾ ഓർമ്മ നിൽക്കുന്നില്ല. വായിച്ചിട്ടുണ്ട് പല പ്രാവശ്യവും, പക്ഷെ ഓർമ്മ നിൽക്കുന്നില്ല. നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങളൊടുക്കി മനസ്സിൻ്റെ,
പരിപാകവും വന്നു ക്രമത്താലെ നരജാതിയിൽ വന്നു പിറന്നിട്ട് ഇവിടെ എത്തി. സുഹൃതം ചെയ്തു മേൽപോട്ടു പോയവർ സ്വർഗത്തിങ്കലിരുന്നു സുഖിക്കുന്നു. സുഹൃതങ്ങളുമൊക്കെ ഒടുങ്ങുമ്പോൾ പരിപാകവും എള്ളോളമില്ലവർ പരിചോടങ്ങിരുന്നിട്ടു ഭൂമിയിൽ ജാതരായി ദുരിതം ചെയ്തു. ചത്തവർ ദൂരത്തിൻ്റെ ഫലമായി പിന്നെ പോയി നരകങ്ങളിൽ വീഴുന്നു. പിന്നെ രണ്ടാമതും പോയിട്ട് നരകത്തിലേക്ക് വീഴുന്നു. സ്വർഗത്തിലേക്ക് പോണു, തിരിച്ചു വരുന്നു, പാപം ചെയ്യണു, നരകത്തിലേക്ക് പോണു. സുരലോകത്തിൽ നിന്നൊരു ജീവൻ പോയി നരലോകെ മഹീസുരനാകുന്നു. അവിടെ പോയിട്ട് ക്ഷീണേ പുണ്യേ മർത്യലോകേ വിശന്തി. ഇവിടുന്ന് കൊണ്ടുപോയ വയസ്സൊക്കെ കഴിഞ്ഞ് പുണ്യം സ്വർഗ്ഗലോകത്ത്. പിന്നെ അവിടെ ഒരു മിനിറ്റ് അവിടെ നിർത്തില്ല, അപ്പം ചവിട്ടി പുറത്താക്കും, അപ്പം ഗെറ്റ് ഔട്ടാ. വിസ കഴിഞ്ഞാൽ പിന്നെ നിർത്തുകയില്ല അവിടെ, അടുത്ത ഫ്ലൈറ്റിന് ഇങ്ങോട്ട് പോരണം. അതുകൊണ്ടാണ് പറഞ്ഞത് സുരലോകത്തിൽ നിന്നൊരു ജീവൻ പോയി നരലോകെ മഹീസുരനാകുന്നു. ചണ്ഡകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ഡാലകുലത്തിങ്കൽ പിറക്കുന്നു. അസുരന്മാർ സുരന്മാരായിടുന്നു, അമരന്മാർ മരങ്ങളായിടുന്നു. അജം ചത്തു ഗജമായി പിറക്കുന്നു, ഗജം ചത്തങ് അജവുമായിടുന്നു. ആടായിട്ട് പയ്യായിട്ട് പുലിയായിട്ട് പശുവായിട്ട് ഒക്കെ അങ്ങനെ വേറെ 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 വേഷങ്ങളെടുക്കുക. ഏത് ചുറ്റുപാടിലാണ് പോയച്ചാൽ നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ അങ്ങനെയല്ലേ. നല്ല തണുപ്പുള്ള പ്രദേശത്തൊക്കെ പോകുമ്പോൾ ഇയാൾ പറയും, അതേ വിൻ്റർ ക്ലോത്ത്സ് കരുതിക്കോളൂട്ടോ, അവിടെയൊക്കെ നല്ല തണുപ്പാ, ഓവറോൾ മാത്രം പോരാ, മഫ്ലറും പോരാ, ഒരു കോട്ട് ഇട്ടോളൂ, പിന്നെ ഒരു പുതപ്പ് കൊടുത്തോളൂ, നല്ല തണുപ്പാണ് അവിടെ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് നമ്മൾ കൊണ്ടുപോകണ്ടേ. അപ്പോൾ പുലിയായിട്ട് പാമ്പായിട്ട് പയ്യായിട്ട് പൂച്ചയായിട്ട് എലിയായിട്ടൊക്കെ ജനിക്കാൻ പോവാണ്. അപ്പം അതിനുള്ള ഡ്രസ്സ്, അതിനുള്ള ശരീരവും അതിൻ്റെ തരത്തിലെടുത്തോളൂ, നോക്കിക്കോളൂ, ഒക്കെ ഉണ്ടാവും. അജം ചത്തു ഗജമായി പിറക്കുന്നു, ഗജം ചത്തങ് അജവുമായിടുന്നു. നരി ചത്തു നരനായി പിറക്കുന്നു, നാരി ചത്തുടൻ ഓരിയായി പോകുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തു കൃമിയായി പിറക്കുന്നു. മനുഷ്യന്മാരായിട്ട് വീട്ടുണ്ടല്ലോ വോട്ട് മേടിച്ചിട്ട് ആൾക്കാർ ഇല്ലേ, അങ്ങനെയുള്ള നൃപൻ ചത്ത് അവനെന്താ പിറക്കുക, കൃമിയായി പിറക്കുന്നു. അപ്പോൾ അതിനുള്ള വേഷം എടുക്കണം, അതിനുള്ള ഡ്രസ്സ് എടുക്കണം അവൻ. ഈശ്വരൻ്റെ വിലാസങ്ങളിങ്ങനെ ഈച്ച ചത്തോരു മറന്നു, ഈച്ച ചത്തോരു പൂച്ചയായി ഇടുന്നു. ഈശ്വരൻ്റെ വിലാസങ്ങളിങ്ങനെ കീഴ്മേൽ ഇങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമി ഇന്നത്രേ നേടുന്നു കർമ്മങ്ങൾ. ഇവിടെ വരണം, ഈ യൂണിവേഴ്സിറ്റിയിൽ വരണം മാർക്ക് കിട്ടണമെങ്കിൽ. മറ്റതൊക്കെ പ്രൊജക്റ്റ് വർക്കാ, അതൊക്കെ ഇൻറ്റേൺഷിപ്പ് അവിടെയും ഇവിടെയൊക്കെ. മാർക്ക് കിട്ടണോ ഇവിടെ ഒന്ന് എഴുതണം. സീമയില്ലാതോളം പല കർമ്മങ്ങൾ ഭൂമി ഇന്നത്ര നേടുന്നു ജീവന്മാർ. അല്ലേ, ഇവിടുന്ന് പോകണം, ഇവിടുന്ന് പോകാനുള്ള വഴിയാണ് ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ. സുരലോകത്തിൽ നിന്നൊരു ജീവൻ പോയി നരലോകേ മഹീസുരനാകുന്നു. അപ്പം എന്തായി ആ ട്രാവൽ പ്ലാൻ ഒന്ന് നോക്കൂ, പൂന്താനത്തിൻ്റെ ഇത്ര ഭംഗിയായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. എന്താ അനുഭവിക്കേണ്ട ദുരിതം വിചാരിക്കേണ്ട ഒരു സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് തിരിച്ചു വരണമെങ്കിൽ. ഇത് നിസ്സാരമാണോ ഈ ദുഃഖം? എന്തിനാ ഇതിനൊക്കെ നിൽക്കണം നമ്മൾ? സുഖമായിട്ട് അങ്ങോട്ട് പോയിട്ട് ക്യാമ്പസ് സെലക്ഷൻ മേടിച്ചങ്ങോട്ട് പോകൂടെ? പൂന്താനത്തിനൊക്കെ അങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ അനുഭവം. പൂന്താനത്തിനൊക്കെ ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയതല്ലേ. പട്ടരിക്കാട്ടിലൊക്കെ മുമ്പ് പൂന്താനത്തിന് എന്താ പറയുക, ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയില്ലേ, നേരിട്ട് കൊണ്ടുപോയില്ലേ. അവിടെ കുറച്ച് അസൈൻമെൻ്റ് ഉണ്ട്, അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞിട്ട്. അവിടെ കുറച്ച് ലെക്ചർ ക്ലാസ് ഉണ്ട്, അവിടെ കൊടുക്കേണ്ട ആൾക്കാർക്ക്. അവിടുത്തെ ആൾക്കാരൊക്കെ മട്ടന്മാരായിരിക്കുന്നു, ദേവന്മാർ. അങ്ങോട്ട് വരുമോ പൂന്താനം കൊണ്ട് പോകാൻ തന്നെയല്ലേ അങ്ങോട്ട് കൊണ്ടുപോയത്, ടി ഒക്കെ കൊടുത്തിട്ട് അല്ലേ. പട്ടരിപ്പാടൊക്കെ പിന്നല്ലേ പോയത് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് നല്ല വിവരമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഫുൾ യാത്രാ വിവരണം നമുക്ക് തരുന്നത്. എന്തിനാ? അത് പഠിക്കാൻ, സൂക്ഷിച്ചിരുന്നോളൂ. അപ്പോൾ ഇതിന്നൊന്നും പുറത്ത് ചാടണ്ടേ നമുക്ക്? എങ്ങനെയൊന്നും പുറത്ത് ചാടുക? ഈ സംസാര സാഗരത്തിൽ നിന്നൊന്ന് എങ്ങനെ പുറത്ത് ചാടും? ഭഗവാന് മാത്രം ഇത് കഴിയും. നമ്മൾ പരിശ്രമിക്കണം, പക്ഷെ ആ പരിശ്രമം ഫലിക്കണമെങ്കിൽ ഭഗവാന്റെ കയ്യൊപ്പം തന്നെ വേണം.
കർത്തൃരാജ്ഞയാ പ്രാപ്യതേ ഫലം. അപ്പം ഈ സംസാര സാഗരം തരണം ചെയ്യാൻ ഈശ്വരകൃപ അല്ലാതെ പറ്റില്ല. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ശുദ്ധ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചാൽ ബയോഡേറ്റ് ഒന്നും കൊടുക്കണ്ട. ഭഗവാനെ, എനിക്കിതൊക്കെയാണ് വിഷമങ്ങൾ, ഇതൊക്കെയാണ് എൻ്റെ ബന്ധനങ്ങൾ, എനിക്ക് ഒരുപാട് ബന്ധനങ്ങളുണ്ട്, ഇവിടെ കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, ഓഫീസുണ്ട്, എൻ്റെ ക്ലയൻസ് ഉണ്ട്, ബിസിനസ് ഉണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്. ഈ ബയോഡേറ്റ് ഒന്നും ഭഗവാന് കൊടുക്കണ്ട. ഭഗവാനൊക്കെ അറിയാം. അതൊക്കെ സിസ്റ്റത്തിലുണ്ട് ഭഗവാന്റെ. ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ എല്ലാം കിട്ടും. സകല ബയോഡേറ്റയും കിട്ടും. ഇയാൾ എന്നാ ജനിച്ചത്, ഇതിന് മുമ്പ് എവിടെയായിരുന്നു, എവിടുന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നത്, എന്നാ വന്നത്, ഇനി എത്ര കാലം ഉണ്ട് ഇവിടെ, എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയിട്ടുള്ളത്. ഇതൊക്കെ ആണെങ്കിലും ഒരു പെറ്റീഷൻ കൊടുത്തിട്ട് മനസ്സ് പൂർത്തിയായിട്ട്, മനസ്സ് ഉറപ്പിച്ചിട്ട്, മനസ്സിൽ എന്താ പറയുക, ഒരു കളങ്കമില്ലാതെ നിഷ്കളങ്കമായിട്ട്, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ഓൾ ദിസ് മൈ ഡിയർ ഭഗവാൻ, എൻ്റെ ക്യാരക്ടറും ആൻറ്റിസിഡൻസും ഒന്നും എടുക്കണ്ട, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ഓൾ ദാറ്റ്, പ്ലീസ് ടേക്ക് മീ ആസ് ദൈ ഫ്ലൂട്ട് കൃഷ്ണ, ടേക്ക് മീ ആസ് ദൈ ഫ്ലൂട്ട്. ഇനി ഒന്ന് അങ്ങോട്ട് ഇവിടുന്ന് എടുത്താലും ക്യാമ്പസ് സെലക്ഷൻ ഒന്ന് കിട്ടിയാൽ വളരെ നന്നായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ഓൾ ദാറ്റ്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭഗവാനെ, അതിനെന്താ വേണ്ടത്? അചഞ്ചലമായിട്ടുള്ള ഭക്തി, ശുദ്ധമായിട്ടുള്ള മനസ്സ്, ക്ലിയർ മൈൻഡ് വിത്ത് എ ജയൽ ഡിവോഷൻ. അല്ലാണ്ട് നമ്മുടെ ബന്ധനങ്ങളൊന്നും ഭഗവാനോട് പറയണ്ട. അതൊക്കെ ബുദ്ധിമുട്ടല്ലേ ഭഗവാന്? എങ്ങനെയാണ് അതൊക്കെ വിട്ടിട്ട് ഞാൻ വരിക? അതൊക്കെ ഭഗവാൻ നോക്കിക്കോളും. ഇവിടെയുള്ളവരുടെ കാര്യം നോക്കിക്കോളും. അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒറ്റ വഴിയുള്ളൂ. ഭർത്താവ്, ഭാര്യ, കുട്ടികൾ, ഓഫീസ്, ഇതൊന്നും നോക്കണ്ട. പോകാൻ തീരുമാനിച്ചോ, അതിന് മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകാൻ നോക്കിക്കോളും. അതൊന്നും പിന്നെ നമ്മുടെ ചുമതലയില്ല. ജനന മരണത്തിൽ നിന്ന് വൈമുഖ്യം കാട്ടിയിട്ടുള്ള എനിക്ക് പിന്നെ മറ്റുള്ള ബന്ധങ്ങളൊക്കെ വലിയ പ്രശ്നമാണോ? ആണോ? ജനന മരണം വേണ്ടാന്ന് ചോദിക്കണു. എന്നിട്ട് ഞാൻ ഭഗവാനോട് പറയണം, എനിക്ക് ഇതൊന്നും ഒഴിവായി കിട്ടിയാൽ കൊള്ളാൻ ഭഗവാനെ, ഈ ട്രാൻസ്ഫർ വയ്യ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഭൂതാനത്തിൻ്റെ ഇത് വായിച്ചപ്പോൾ അതിലേറെ മനസ്സിന് വിഷമമായി. ഇതൊക്കെ അയ്യോ, ഇനി എന്തൊക്കെ ജന്മങ്ങളിരിക്കുന്നു. അപ്പോൾ അതൊന്നും വേണ്ട, ജനന മരണം എന്നുള്ള പ്രക്രിയയെ എനിക്ക് വേണ്ട. അങ്ങനെ തീരുമാനിച്ചവനാണോ ഭാര്യാബന്ധം, ഭർത്തൃബന്ധം, പിന്നെ പുത്രബന്ധം, പിതൃബന്ധം, മാതൃബന്ധം, ഭ്രാതൃബന്ധം, ബിസിനസ് ബന്ധം, കുടുംബ ബന്ധം, ബാങ്ക് ബാലൻസ് ബന്ധമൊക്കെ ഈ ചാവം പോയിട്ട് നീർക്കോലിയെ കണ്ട് പേടിച്ചോടി പോരണ പോലെ അല്ലേ ഇത്? അല്ലേ? ചാവാനാ പോകണം, പിന്നെ നീർക്കോലി അടിച്ചാൽ നീർക്കോലിയെ പിന്നെ ഇതിനെ പേടിക്കണം. എഴുത്തച്ഛൻ അതുകൊണ്ടാ പറയാം, ജനിമരണമയ വികൃതി ബന്ധമില്ലാത്തോർക്ക് മറ്റുള്ള ബന്ധനം കൊണ്ട് എന്തു സങ്കടം. എന്തു വഴികൾ, എന്തു മനോഹരമായിട്ടുള്ള വഴികളാണ് എഴുത്തച്ഛൻ്റെ. എഴുത്തച്ഛൻ അറിയില്ലേ? അവിടെ പ്രഹ്ലാദ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻ്റാ. ജനിമരണമയ വികൃതി ബന്ധമില്ലാത്തോർക്ക് മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം. ഈ ഒറ്റ വരി പോരെ അദ്ദേഹത്തിൻ്റെ തീസിസ്. എന്തിനാ ബുദ്ധിമുട്ടണമെന്നാണ് ചോദിക്കണം ഭഗവാൻ. ഇതുള്ളപ്പോൾ എന്തിനു ബുദ്ധിമുട്ടും? അപ്പോൾ ഒറ്റയടിക്ക് എല്ലാം ക്ലോസ്. ഒറ്റയടി ജനന മരണം ഇല്ല എന്നങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല, വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. പിന്നെ അപ്പോൾ ജനനീ ഗർഭത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, ജനന പ്രക്രിയ കൊണ്ട് നിന്നുണ്ടാവുന്ന വേദന, ജരബാധിച്ച പരാശ്രയം കൊണ്ട് ജീവിക്കുക, ദയനീയ അവസ്ഥ, മരണവേദന, ഇതെല്ലാറ്റിനും കൂടി ഒറ്റയടിക്ക് ഒറ്റ മൂലിക, സിംഗിൾ മൂലിക, ആർട്ട് ഓഫ് ഡൈയിങ്. ബസ്. കാരണം മാറ്റം എന്ന് പറയുന്നത് എല്ലാ ദിക്കിലും സംഭവിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. ഭഗവാൻ തന്നെ തുറന്ന് സമ്മതിക്കണത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തിനോ അർജുന മാമുപേത്യത് കൗന്തേയ പുനർജന്മം ന വിദ്യതേ. ഗ്യാരണ്ടീഡ്.
ബ്രഹ്മലോകങ്ങൾ തൊട്ട് ഇവിടുന്ന് തൊട്ടുള്ള ബ്രഹ്മലോകം വരെയുള്ള ലോകങ്ങളിലെല്ലാം തന്നെ മാറ്റം അനിവാര്യമാണ്. ചേഞ്ച് ഇസ് ഇന്നവിറ്റബിൾ. ആ ബ്രഹ്മഭുവനാൽ ലോകെ പുനരാവർത്തിനോ അർജുന മാമുപേത്യത് കൗന്ദേയ. എന്നിലെത്തിക്കഴിഞ്ഞാൽ, നിന്റെ മനസ്സ് എന്നിലെത്തിയോ, പുനർജന്മം ന വിദ്യതേ, പിന്നെ പുനർജന്മം ഉണ്ടാവില്ല. ബ്രഹ്മലോകാദി ലോകങ്ങൾ മാറ്റം ഉള്ളവ അർജുന. എല്ലാ ലോകങ്ങളിലും അർജുന മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, നിനക്ക് മാത്രമല്ല ഈ ദുരിതമുള്ളൂ. ബ്രഹ്മാവിന് പോലും ചിലപ്പോൾ കസാല ഇളകാറുണ്ട്. ബ്രഹ്മാവിൻ്റെ കാര്യം പറഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം പറയണോ? അദ്ദേഹത്തിൻ്റെ ഒരു അവസാനമുണ്ട്. അപ്പോൾ മാറ്റം എല്ലാവർക്കും അനിവാര്യമാണ്. അപ്പോൾ ബ്രഹ്മലോകാദി ലോകങ്ങൾ മാറ്റമുള്ളവ അർജുന. പക്ഷേ എങ്കിൽ വന്നാൽ പുനർജന്മം ഇല്ല കൗന്ദേയ ചെറ്റുമേ. നിന്റെ മനസ്സിൽ എന്നിൽ അർപ്പിച്ചുകൊണ്ടിട്ടാണെങ്കിൽ ഒരാൾക്കും പിന്നെ പുനർജന്മമില്ല. എന്നാൽ പിന്നെ അതങ്ങോട്ട് ചെയ്തൂടെ? ചെയ്തോ. ആരാ വേണ്ട പറയണ? ഭഗവാൻ അതിന് തടസ്സം നിൽക്കുന്നില്ലല്ലോ. ഭഗവാൻ അതിന് എല്ലാ സപ്പോർട്ടും തരുന്നില്ലേ നിങ്ങൾക്ക്? നമ്മുടെ അഹങ്കാരമല്ലേ, നമ്മുടെ അഹമ്മതിയല്ലേ അത് അനുഭവിക്കുന്നേ? വേറെ ആരുണ്ട് നമ്മളെ രക്ഷിക്കാൻ? നൺ എൽസ്. അതുകൊണ്ട് ഈ അഭ്യാസങ്ങളൊക്കെ ഒന്ന് തൽക്കാലം മാറ്റിവെച്ച് ഇനിയുള്ള ശിഷ്ടകാലം ഒന്ന് നല്ല കുട്ടിയായിട്ട് കഴിയാൻ നോക്കാം നമുക്ക്, അല്ലേ? ത്വം കാരുണ്യനിധിം പ്രപദ്യശരണം തേഷായുഷാ തോഷയാ. ബാക്കിയുള്ള ആയുസ്സുകൊണ്ട് ഞാൻ ഭഗവാനെ പ്രീതിപ്പെടുത്തിക്കൊള്ളാം. പിന്നെ എന്തിനാ ഭഗവാൻ പേടിക്കണ? മോക്ഷം തന്നാലും. തം കാരുണ്യനിധി, അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഭഗവാനെ, ത്വം കാരുണ്യനിധിം പ്രപദ്യശരണം തേഷ ആയുഷാ തോഷയ. ബാക്കിയുള്ള ആയുസ്സുകൊണ്ട് ധാരാളം മതി എനിക്ക്. 2 മിനിറ്റ് മതി എനിക്ക് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ. ക്ഷിപ്രപ്രസാദിയല്ലേ? നമ്മളൊന്ന് നമ്മളുടെ മൈൻഡ് സെറ്റ് മാറ്റിയാൽ മതി. ആറ്റിറ്റ്യൂഡ് അതൊന്ന് മാറ്റിയാൽ മതി. അതൊന്ന് മാറ്റി കഴിഞ്ഞാൽ ഇതിനെല്ലാം പരിഹാരമായി. അത് നമ്മൾ ചെയ്യൂല. അപ്പോൾ ആഗ്രഹമുണ്ട് ഇതെന്നൊക്കെ പുറത്ത് ചാടണമെന്നുണ്ടെങ്കിൽ പുറത്ത് ചാടാം. താരണത്താര, അതാണ് 2 നാമം. അദ്ദേഹം കരകയറ്റും ചെയ്യും, കരകയറ്റിപ്പിക്കുകയും ചെയ്യും. താരണത്താര. അതല്ല യന്ത്രവിഞ്ഞാലും ചളിക്കുണ്ടുമാണ് ഗമ്യസ്ഥാനം എന്നുണ്ടെങ്കിൽ പ്ലീസ് കണ്ടിന്യൂ. ഇതാണ് ഭഗവാൻ പറയുന്നത് അവസാന വാക്ക്. അപ്പോൾ ഇനി നമുക്ക് നേരം വൈകി, കുറച്ച് വൈകി, സോറി. നാളെ നമുക്ക് അടുത്ത നാമം നമുക്ക് നോക്കാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭഗവാനേ